UDF ജയിച്ചാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി? ഇപ്പോഴേ തർക്കം തുടങ്ങിയിരിക്കുന്നു. 3 പേരാണ് രംഗത്തുള്ളത്. നേരത്തെ ചർച്ച കേരളത്തിലായിരുന്നു. ഇപ്പോഴിതാ ചർച്ച ദില്ലിയിലേക്ക് മാറിയിരിക്കുന്നു. ആദ്യം കൂടിക്കാഴ്ച നടത്തിയത് ദീപാദാസ് മുൻഷി, കേരളത്തിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, AICC ജനറൽ സെക്രട്ടറിയാണ്. KC വേണുഗോപാലുമായാണ് കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. KC വേണുഗോപാൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിൽ നിന്നുള്ള MP ആണ്. കേരളത്തിൽ അടുത്ത മുഖ്യമന്ത്രിയായി വരാൻ സാധ്യതയുള്ള നേതാവാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകട്ടെ എന്ന അഭിപ്രായം ആദ്യം പങ്കുവച്ചത് K സുധാകരനാണ്. K സുധാകരനും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ആരുമായി? AICC പ്രസിഡന്റുമായി, മല്ലികാർജുന ഖാർഗെയുമായി. എന്താണ് ഉദ്ദേശമെന്ന് ഏതാണ്ട് വ്യക്തമാണ്. ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന സന്ദേശം കൃത്യമായി വരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. എല്ലാറ്റിനും UDF ജയിക്കണം, എങ്കിൽ മാത്രമേ ഈ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ തർക്കം ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു എന്നർത്ഥം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ സ്വാഭാവികമായും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ഒന്നാമത്തെ വ്യക്തിയാണ്. കാരണം അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷത്തെ കഴിഞ്ഞ 5 വർഷം നയിച്ചത് അദ്ദേഹമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ അദ്ദേഹമാണ് എന്നാണ്. അദ്ദേഹത്തോട് അനുഭാവം പുലർത്തുന്നവർ പറയുന്നത് മുസ്ലിം ലീഗിലെ ഒരു വിഭാഗം എന്ന് വെച്ചാൽ 2ാം നിര നേതാക്കൾ VD സതീശനെ അനുകൂലിക്കുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി VD സതീശന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ PK കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് എന്താണ് എന്നതായിരിക്കും ലീഗിന്റെ തീരുമാനം. അത് VD സതീശോടൊപ്പമായിരിക്കില്ല. അത് സ്വാഭാവികമായും രമേശ് ചെന്നിത്തലയോടൊപ്പമായിരിക്കാനാണ് സാധ്യത. ഒരുപക്ഷെ KC വേണുഗോപാലിനെ പിന്തുണച്ചേക്കാം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം വന്നാൽ. പക്ഷേ രമേശ് ചെന്നിത്തലയുണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ. കേരളത്തിലെ കോൺഗ്രസിൽ മുഖ്യമന്ത്രിയായി പരിഗണിക്കാവുന്നതിൽ ഏറ്റവും തലമുതിർന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹം KPCC പ്രസിഡന്റായിരുന്നു, കേരളത്തിന് മന്ത്രിയായിരുന്നു, നേരത്തെ വർക്കിംഗ് പ്രസിഡന്റായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു. അങ്ങനെ കേരളത്തിൽ നിറഞ്ഞു നിന്ന എല്ലാ വിഭാഗം ജനങ്ങളുമായി അടുപ്പമുള്ള, എല്ലാ വിഭാഗം സമുദായ സംഘടനകളുമായി അടുപ്പമുള്ള, എല്ലാവരും പിന്തുണക്കുന്ന നേതാവാണ് രമേശ് ചെന്നിത്തല. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ചാൻസ് കൊടുക്കേണ്ടതുണ്ട്. ഹൈക്കമാൻഡ് അതിന് അനുകൂലമായി പ്രതികരിക്കും എന്ന് തന്നെയാണ് കരുതുന്നത് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ തർക്കം തുടരുകയാണ്. KC വേണുഗോപാലിനെ ഇറക്കി ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനെ സ്ഥാനാർത്ഥിയാക്കുക, മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുക എന്നതാകും ഇപ്പോൾ കോൺഗ്രസ് ചിന്തിക്കുന്നത്. KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ, KC വേണുഗോപാലിന് വേണ്ടി ക്യാമ്പയിൻ നടത്തുന്നവർ പറയുന്നത് ജയിച്ചു വരുന്ന MLA-മാരിൽ ഉറപ്പാണ് 50% ഏറെ KC വേണുഗോപാലിനെ പിന്തുണക്കുന്നവരാണ്. അത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാകാനാണ് സാധ്യത UDF ജയിച്ചാൽ എന്നാണ് KC വേണുഗോപാലിനെ പിന്തുണക്കുന്നവർ പറയുന്നത്. ഇപ്പോൾ ചർച്ച ദില്ലിയിലാണ്. നേരത്തെ പറഞ്ഞതുപോലെ KC വേണുഗോപാലുമായി ദീപാദാസ് മുൻഷി ഒരു വട്ടം ചർച്ച നടത്തി. ഏകദേശം ചർച്ച 1 മണിക്കൂർ നീണ്ടുനിന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കുന്നത്. അപ്പോൾ ഉറപ്പായും കേരള വിഷയം തന്നെയാണ് ചർച്ചയായത് എന്ന കാര്യത്തിൽ തർക്കമേ ഇല്ല. അപ്പുറത്ത് K സുധാകരൻ മല്ലികാർജുന ഖാർഗെയെ കാണുന്നു, സംസാരിക്കുന്നു. കാരണം മല്ലികാർജുന ഖാർഗെയുടെ തീരുമാനവും നിർണായകമാണ്. അദ്ദേഹമാണ് AICC പ്രസിഡന്റ് എന്നോർക്കണം. K സുധാകരനാകട്ടെ നേരത്തെ തന്നെ KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നതാണ്. KC വേണുഗോപാലിന് വേണ്ടി തുറന്ന ചർച്ച നടത്തിയ ആളാണ്. അതുമാത്രമല്ല, അങ്ങനെ ഒരു ചർച്ച വേണ്ട എന്ന് AICC-യും KPCC പ്രസിഡന്റും പറഞ്ഞതിന് ശേഷവും അതിനെന്താണ് ചർച്ച നടത്താം, അത് സ്വാഭാവികമാണ്. AICC ഒരു തീരുമാനം പറയുന്നത് വരെ ചർച്ച നടക്കണം, അത് കോൺഗ്രസിന്റെ രീതിയാണ് എന്ന് പറഞ്ഞ് KPCC പ്രസിഡന്റിന്റെ നിലപാടിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാണ് K സുധാകരൻ. K സുധാകരനാണ് ആദ്യം KC വേണുഗോപാലിനെ അനുകൂലിച്ച് രംഗത്തെത്തിയത്. അദ്ദേഹമാണ് ഇപ്പോൾ മല്ലികാർജുനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നോർക്കണം. എന്ന് വെച്ചാൽ എങ്ങോട്ടാണ് കോൺഗ്രസ് രാഷ്ട്രീയം, UDF രാഷ്ട്രീയം പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് പുറത്തു വരുന്നത്. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള വലിയ ചരടുവലികൾ ദില്ലിയിലും കേരളത്തിലുമായി നടക്കുന്നുണ്ട് എന്നർത്ഥം.